ഈശോ, സർവശക്തനായ ദൈവമേ, ഇന്ന് ഈ സന്നിധിയിൽ എന്നെ നിർത്തിയതിന് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ സാക്ഷ്യം പറയാൻ വൈകിയതിൽ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ പേര് സന്തോഷ്, കണ്ണെന്ന് വിളിക്കും. എൻ്റെ വീട് ഒറ്റപ്പാലം ആണ്. ഞാൻ 2020 ജനുവരി 26 ഇവിടെ ആദ്യം വന്നത്. അന്ന് ഉടമ്പടി എടുക്കാൻ പറ്റില്ലായിരുന്നു, എങ്കിലും നിയോഗങ്ങൾ സമർപ്പിച്ചു. അതിലൂടെ കിട്ടിയ സാക്ഷ്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. എനിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഒരു ബൈക്കിൽ പോണ സമയത്ത് ഒരുപാട് സ്പീഡിലായിരുന്നു, ഒരു ഇറക്കത്തിലായിരുന്നു. വേറൊരു ബൈക്കായിട്ട് കൂട്ടിയിടിച്ച് വലിയ ഒരു അപകടം, അല്ലെങ്കിൽ മരിക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നു. അവിടെ നിന്ന് മാതാവിൻ്റെ കാശുരൂപം ഞാൻ എപ്പോഴും എൻ്റെ കൈവശമുണ്ടാവും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പോവാറ്. അതുകൊണ്ട് മാതാവ് വലിയൊരു അടയാളം കാണിച്ചു. എനിക്ക് ചെറിയ ചെറിയ മുറിവുകളല്ലാതെ ഒരു അപകടം പറ്റാതെ എന്നെ സംരക്ഷിച്ചു. വണ്ടിക്ക് പൂർണ്ണമായും മുൻഭാഗം മുഴുവൻ പൂർണ്ണമായും തകർന്നു പോയിരുന്നു. ആ വണ്ടി കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എത്രത്തോളം വലിയ ആക്സിഡൻ്റ് ആയിരുന്നു എന്ന്. അതിൽ നിന്ന് വലിയൊരു വിടുതൽ നൽകി. അതാണ് ആദ്യത്തെ ഒരു സാക്ഷ്യം. പിന്നെ എൻ്റെ വലിയമ്മയുടെ മോളുടെ ഒരു ജോലിക്കാരിയായിട്ടാണ് അടുത്ത സാക്ഷ്യം. ഇതൊക്കെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങളാണ്. ചേച്ചിയുടെ PSCയിൽ പരീക്ഷ എഴുതിയപ്പോൾ നല്ല റാങ്ക് ലിസ്റ്റായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ നേരെ താഴോട്ട് പോയി. കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയിൽ അവർ, പൂർണ്ണമായും കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയിൽ അവർ 32 ലക്ഷം കൊടുത്ത് ഒരു സ്കൂളിൽ ജോലിക്ക് കയറി. അതിനുശേഷം അപ്പം ഞാനും PSC ഓഫീസിലൊരു ആവശ്യത്തിന് പോയപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവേ, അവർക്ക് ആ ജോലി കിട്ടണമെന്ന് അവരെയും വിളിച്ചു പറഞ്ഞു. അതിൻ്റെ മാധ്യസ്ഥത്തിൽ, മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ അവർക്ക് LPയിലൊരു ജോലി കിട്ടി. അതിനുശേഷം അവർക്ക് അതുപോലെ കുറേ പ്രതിസന്ധികളുണ്ടായി. അവർക്ക് ജോലി കിട്ടിയത് ഒരുപാട് ദൂരത്തായിരുന്നു. അതിലും മാതാവ് ഇടപെട്ടു. അവരവിടെ പോസ്റ്റിങ്ങിന് പോയ സമയത്ത് അവിടെ അങ്ങനെ ഒരു വേക്കൻസി ഇല്ല. തിരിച്ച് രണ്ടാമത് DD ഓഫീസിൽ മാതാവ് ഒരാളിനെ കാണിച്ചു തരും. അയാളുടെ സഹായത്തിൽ വീടിനടുത്ത് 5 മിനിറ്റ് കൊണ്ട് പോവാവുന്ന ദൂരത്ത് അവർക്ക് ജോലി കിട്ടി. പിന്നെ അതുപോലെ തന്നെ അവരുടെ 32 ലക്ഷം രൂപ കൊടുത്ത ആ സ്കൂളുകാർ തിരിച്ച് ആ പൈസ 1 രൂപ പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞു. 1 രൂപ പോലും കൊടുക്കില്ല, ഒരു തെളിവുമില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അവർക്ക് ഇവിടുത്തെ പ്രാർത്ഥന കൊണ്ട് മാതാവിൻ്റെ അടുത്തും ഈശോൻ്റെ അടുത്തിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലും ഉടമ്പടി പ്രാർത്ഥനയിലുമൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ മാതാവും ഈശോയും ഇടപെട്ടുകൊണ്ട് ആ കൊടുക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാർ വേറൊരാൾ പോസ്റ്റിംഗ് ആവുമ്പോൾ അവർക്ക് പൈസ കൊടുക്കാമെന്നുള്ളൊരു വാക്ക് പറഞ്ഞു. അത് വലിയൊരു സാക്ഷിയാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഹെവി ടെസ്റ്റ് നടന്നു. ഹെവി ടെസ്റ്റിന് പോയപ്പോൾ ഞാൻ മാതാവിൻ്റെ രൂപവും എല്ലാമായിട്ട് പോയി. പക്ഷെ മാതാവ് ഒരു മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു എന്നെ 2 വട്ടം തോൽപ്പിച്ചു. ഞാൻ 2 വർഷം തോറ്റപ്പോഴും ഞാൻ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. മാതാവിന് ഈശോന് ഒന്നും എനിക്ക് ഒരു വിഷമം തോന്നിയില്ല. മാതാവ് എന്നെ അടുത്ത ടെസ്റ്റിന്, അത് 2 ടെസ്റ്റിന് പോയപ്പോഴും ഒരുപാട് നല്ല സാഹചര്യങ്ങളായിരുന്നു ടെസ്റ്റ് എടുക്കാനൊക്കെ. പക്ഷേ പിന്നീട് പോയപ്പോൾ മഴയും പ്രതികൂല സാഹചര്യങ്ങളാണ് മൊത്തം. കിട്ടില്ല എന്ന് 100% ഉറപ്പുള്ള ആ സാഹചര്യത്തിൽ മാതാവും ഈശോ ഇടപെട്ട് ഞാൻ എൻ്റെ എല്ലാ വർഷവും ഓരോ കമ്പി എടുത്ത് കളയുന്നതാണ്. ആ കമ്പിയുടെ ചോട്ടിൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ടു. അന്ന് 26 പേര് ടെസ്റ്റ് എടുത്താൽ 26 പേരും ജയിച്ചു. ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എങ്കിലും ആ 26 പേരും അന്ന് രക്ഷപ്പെട്ടു. മാതാവിൻ്റെ കൃപയാലെ ഞാൻ സ്റ്റെയറിങ്ങിലും മാതാവിനോട് പറഞ്ഞു, മാതാവേ അവിടുന്ന് പിടിച്ചോണം, അവിടുന്ന് തിരിച്ചോണം. ഞാൻ എല്ലാ സമയത്തും ഒരു കമ്പി തന്നെ കളയുന്നു എല്ലാ വട്ടവും. അപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ല. പക്ഷെ മാതാവ് എന്നെ രക്ഷപ്പെടുത്തി. അതിൽ നിന്ന് വലിയൊരു സാക്ഷിയായിരുന്നു എനിക്കത്. അതുപോലെ തന്നെ എൻ്റെ വിശുദ്ധീകരണമാണ് ഏറ്റവും വലിയൊരു എടുത്തു പറയേണ്ട ഒരു സാക്ഷ്യം. ഞാൻ 2020 ജനുവരി 26 ഇവിടെ എത്തുന്നതും മാതാവിൻ്റെ ഒരു കാരുണ്യത്തിലാണ്. മാതാവ് എന്നെ തിരഞ്ഞെടുത്തു. ഇസ്രായേൽ ഗോത്രത്തിലെ കാണാതെ പോയ ആടുകളെ പോലെ എന്നെയും മാതാവ് കണക്ക് കൂട്ടി. ഞാൻ 2019 ഒരു നിരീശ്വരവാദി ആവാൻ തീരുമാനിച്ച ഒരാളായിരുന്നു. അവിടുന്ന് മാതാവ് എന്നെ, എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു സഹോദരി എന്നോട്, ഞാൻ അങ്ങനെ പറഞ്ഞു നിരീശ്വരവാദിയാവുമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അവർ കൃപാസനത്തിൽ അറിയുന്നതാണ്, ഒരു ഹിന്ദുവാണ്, ഞാനും ഒരു ഹിന്ദുവാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, കൃപാസനം മാതാവും
ഈശോ നിങ്ങളെ നിരീശ്വരവാദിയാക്കില്ല എന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഒരിക്കലും ഒരു ചർച്ചായിട്ടും എൻ്റെ കൂട്ടുകാർ ആരുപോലും പള്ളിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ എങ്ങനെ എന്നെ മാതാവ് രക്ഷിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ മാതാവ് എന്നെ തിരഞ്ഞെടുത്തിരുന്നു. 100ാമത്തെ ആടുകളെ പോലെ, നമ്മൾ കാണാത്ത 100ാമത്തെ ആടിനെ പോലെ എന്നെയും മാതാവ് ഈ സന്നിധിയിൽ കൊണ്ടുവന്ന് നിർത്തി. സാക്ഷ്യം പറയുമ്പോൾ എത്രയോ ഒരുപാട് സാക്ഷ്യങ്ങൾ ഇവിടെ കാണാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കൊതിക്കാറുണ്ട്. ഈ ആൾക്കാരിൽ വന്നിട്ട് ഒരു സാക്ഷ്യം പറയാൻ കൊതിക്കാത്തവരാരുമില്ല. ഈ ഇരിക്കുന്നവരും ഇവിടെ ഈ ഭൂമിയിൽ വന്നിട്ടുള്ള എല്ലാവരും. പിന്നെ എൻ്റെ വിശദീകരണം, എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത കാരണം കൊണ്ട് പിശാചിൻ്റെ ചിന്തകളും പ്രവൃത്തികളായിരുന്നു കൂടുതൽ. അതിൽ നിന്നൊക്കെ മാതാവ് എന്നെ വിടുതൽ നൽകി. അന്ന് ക്രിസ്ത്യാനികൾക്കല്ലാത്തവർക്ക് ഉടമ്പടി ഉണ്ടായിരുന്നില്ല. എങ്കിലും നമ്മൾ ഉടമ്പടിയിലത്തെ ഇവിടുത്തെ ക്രമപ്രകാരം പറ്റാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട്, പത്രത്തിൻ്റെ വിതരണമായാലും പള്ളികളിൽ പോകുന്ന കാര്യത്തിലായാലും അതിനോട് യോജിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. അതുകൊണ്ട് തന്നെ മാതാവ് പാപിയായ എന്നോടും കരുണ കാണിച്ചു. അതുപോലെ തന്നെ ഇത് അമ്മ മാതാവ് എന്നെ ഒരു ആത്മീയതയുടെ ഒരു സ്കൂളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ കൃപാസനം, അവിടെ ആ സ്കൂളിലാണ് അമ്മ എന്നെ കൊണ്ടുവന്ന് ചേർത്തത്. അച്ഛൻ്റെ ധ്യാനത്തിലൂടെ നമ്മൾ ഓരോ പാഠങ്ങൾ പഠിച്ചു. ജോസഫ് അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അച്ഛനാണ് ശരിക്കും പറഞ്ഞത് നമ്മുടെ ഒരു ഗൈഡ്. എനിക്കിവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങളും അറിയില്ലായിരുന്നു. ഒക്കെ അച്ഛൻ്റെ ധ്യാനത്തിലൂടെ പഠിച്ചു. എല്ലാ കാര്യങ്ങളും പഠിച്ചു. അച്ഛന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കണം. ഈ പുണ്യഭൂമിയിൽ വന്നിട്ടുള്ള എല്ലാവരും അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അച്ഛന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് വെളിപാടുകൾ ഉണ്ടാവാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം. അച്ഛൻ്റെ വെളിപാടുകൾ അച്ഛന് കിട്ടിക്കഴിഞ്ഞാൽ അത് മക്കൾക്കുള്ളതാണ്, നമുക്കുള്ളതാണ്. അച്ഛന് എന്ത് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും അച്ഛൻ പ്രാർത്ഥിച്ചും അച്ഛൻ്റെ ഓരോ കാര്യങ്ങൾ അച്ഛൻ പറയാറുണ്ട്. പ്രാർത്ഥിച്ചാണ് നമ്മുടെ മാതാവ് എന്നീ പുണ്യഭൂമിയിൽ വന്നത്. അതുപോലെ അച്ഛന് വെളിപാടുകൾ കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. ഈ പുണ്യഭൂമിയിൽ വന്ന് കാലുകുത്തിയിട്ടുള്ള എല്ലാവരും. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. മതം മാറ്റലാണ്, അങ്ങനത്തെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. പക്ഷേ ഒരിക്കലും അതല്ല. ദൈവത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മഹത്വം നമ്മൾ കാണും എന്നുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാൻ. അച്ഛൻ്റെ ഓരോ ധ്യാനത്തിലൂടെ നമുക്ക് കടന്നുപോയ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അതിന് ഒരുപാട് ആത്മീയതയിലൂടെ സഞ്ചരിക്കാനും മുന്നോട്ട് പോകാനും ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടി. മാതാവും ഈശോയും ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ള വലിയ അടയാളമാണ്. ഇവിടുത്തെ കുറേ സാക്ഷ്യങ്ങൾ, എല്ലാ സാക്ഷ്യങ്ങളും കാണാറുണ്ട്, ആരാധനകളിലൊക്കെ കാണാറുണ്ട്. അതിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ദൈവം ഈ സന്നിധിയിൽ നിന്നും തള്ളിക്കളയല്ലേ എന്നുള്ള ഒരൊറ്റ അപേക്ഷയാണ് എനിക്ക് പറയാനുള്ളത്. കൃപാസനായിട്ടും എനിക്ക് ബന്ധപ്പെട്ട ഒരു വചനം എനിക്ക് വായിക്കുന്നതിടയിൽ, ബൈബിൾ വായിക്കുന്നതിടയിൽ എനിക്ക് കടന്നു വന്നു പോകും. അപ്പോൾ അത് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. എബ്രായർ ലേഖനം 4:4 അധ്യായം 14, 15, 16 വചനങ്ങൾ ആണത്. ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നു പോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. കൃപാസനമായിട്ട് ബന്ധപ്പെട്ട ഒരു വചനമായിട്ട് എനിക്ക് തോന്നി. അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ അച്ഛൻ ജോസഫ് അച്ഛനും മറ്റുള്ള അച്ഛനൊക്കെ ക്ഷമിക്കണം. എൻ്റെ വായനയിൽ എനിക്ക് തോന്നിയ കൃപാസനമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വചനമായി എനിക്ക് തോന്നി. അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു വചനം കൂടിയുണ്ട്. എന്നാൽ എബ്രായ ലേഖനം തന്നെ 11:6, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. അതാണ് നമ്മൾ അക്രിസ്ത്യാനികളായിട്ടുള്ളൊക്കെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ്. ധൈര്യത്തോടെ നമുക്ക് കൃപാസനത്തിന് അടുത്ത് വരാം. പിന്നെ ദൈവത്തിൽ വിശ്വസിക്കുക, മുന്നോട്ട് പോകുക. അമ്മേ മാതാവേ, എന്നെ ഈ പുണ്യഭൂമിയിൽ നിർത്തിയതിന് ഞാൻ നന്ദി പറയുന്നു. ഈ അമ്മയുടെയും ഈശോയുടെയും പുണ്യഭൂമിയിലെ കാൽച്ചൂട്ടിലെ ഒരു മൺതരിയായി എന്നെ എന്നും ഇവിടെ നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു.